ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള ഏകദേശം 1.5 മാസത്തോളം ദീർഘമായി നിന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ശനിയാഴ്ച പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ നാം കാണുന്നത് പോലെ 5-ൽ 4 യു പി അടക്കം 4 BJP ഭരിക്കും എന്ന് ഏകദേശം ഉറപ്പായി. പഞ്ചാബിലാകട്ടെ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം കൈയാളുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇതുവരെയുള്ള അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ശേഷമുള്ള വാർത്തകളാണ് പത്രലോകം നമുക്ക് തരുന്നത്. യു പിയുടെ ഭരണം മോദിയുടെ അപ്രമാദിത്വം പിടിച്ചടക്കിയത് 4-3 ഭൂരിപക്ഷത്തോടെയാണ്. SP കോൺഗ്രസ് സഖ്യത്തെയും അതുപോലെ മായാവതിയുടെ BSPയെയും നിലംപരിശാക്കിക്കൊണ്ട് 4-3 ഭൂരിപക്ഷത്തോടെ മോദി അധികാരത്തിൽ കയറുമ്പോൾ ആകെയുള്ള 403 സീറ്റിൽ 325 സീറ്റും BJP സഖ്യം നേടിയെടുക്കുകയുണ്ടായി. ബാക്കി 78 സീറ്റ് മാത്രമാണ് ബാക്കി എല്ലാ പാർട്ടികൾക്കും കൂടി ലഭിച്ചത് എന്ന് നാം ഓർക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രീ പോൾ സർവേ, അതിനുശേഷം എക്സിറ്റ് പോൾ, ആ നിലവാരത്തിലുണ്ടായ എല്ലാ നിരീക്ഷണങ്ങളെയും എല്ലാ ഫലപ്രവചനങ്ങളെയും നിസ്തേജമാക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന UP റിസൾട്ട്. ഈ റിസൾട്ടോടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന മേഖല അഥവാ ഹിന്ദി മേഖല, അത് മൊത്തമായും തന്നെ BJPക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഹൃദയഭാഗം മോദി പിടിച്ചടക്കി ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2014 UPയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 80-ൽ 71 സീറ്റും പാർലമെൻറ്റ് സീറ്റും 42% വോട്ടുമാണ് മോദി നേടിയതെങ്കിൽ ഇപ്പോഴിതാ ഇവ രണ്ടും, ഈ 71 സീറ്റ് എന്നത് 320 അസംബ്ലി സെഗ്മെൻറ്റിന് തുല്യമാണ്. 325 മോദി ജയിച്ചു കയറിയത്. അതുമാതിരി 40%-ത്തിലധികം വോട്ട് ഷെയറും വാങ്ങുന്നു എന്ന് പറയുമ്പോൾ 2014 തെരഞ്ഞെടുപ്പിന് സമാനമായ വിജയത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിലൂടെ. ഈ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോദി ഇനി 2019 കുറിച്ചല്ല, 2024 കുറിച്ചായിരിക്കും ചിന്തിക്കുക എന്നത് സ്വാഭാവികമാണ്. പുതിയതായി അദ്ദേഹം സെറ്റ് ചെയ്യാൻ പോകുന്ന അജണ്ട 2019 മുൻനിർത്തിയുള്ളതായിരിക്കില്ല, മറിച്ച് 2024 വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയായിരിക്കുമെന്ന് പറയുമ്പോൾ ആദ്യം അദ്ദേഹം സൂചിപ്പിച്ചത് മാതിരി 2014 സൂചിപ്പിച്ചത് മാതിരി 10 വർഷത്തെ ഭരണ തുടർച്ച എന്ന മോദിയുടെ ലക്ഷ്യം ഏകദേശം വാസ്തവികമായി തീരാനുള്ള സാധ്യതയാണ് UPയിലെ ഫലം. ഹിന്ദി മേഖലയിലെ ഫലം, ഹിന്ദി മേഖലയിൽ മോദിക്ക് മാത്രമായി ലഭിച്ച ആ ഫലം നമുക്ക് കാട്ടിത്തരുന്നത്. അതുതന്നെയാണ് പത്രലോകം ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്, അറിയാതെയാണെങ്കിലും. കാണുക മാതൃഭൂമി എന്ന പത്രം തെരഞ്ഞെടുപ്പാനന്തര വാർത്ത നമുക്കിന്ന് തരുന്നു. ഇന്നലെ ദില്ലിയിൽ വിജയമാഘോഷിക്കാൻ മോദിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ നടക്കുകയുണ്ടായി. ആ റോഡ് ഷോയുടെ ആദ്യ ഭാഗം വണ്ടിയിൽ സഞ്ചരിച്ച മോദി പിന്നീട് ആഹ്ലാദവും ആവേശവും മൂത്ത് റോഡിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. പാർട്ടി ഓഫീസിലേക്കുള്ള ആ റോഡ് ഷോയിൽ അദ്ദേഹം പ്രസംഗിച്ച ഭാഗമാണ് തെരഞ്ഞെടുപ്പാനന്തരം ഇന്ത്യയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 2019 താണ്ടും എന്നാണ് മോഡി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് 2024 കുറിച്ചാണ് മോദി ഇപ്പോൾ ചിന്തിക്കുന്നത്. മറ്റു പാർട്ടികൾ 2019 കാത്തിരിക്കുമ്പോൾ മോദി 2024 കാത്തിരിക്കുന്നു
എന്ന് സാരം. ഏതായാലും സത്യം ചെരിപ്പിട്ട് തയ്യാറാകുമ്പോഴേക്കും നുണ എത്രയോ കാതം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാകും എന്ന് ഒരു ചൊല്ലുണ്ട്. ഇവിടെ സത്യവും നുണകളുമൊന്നുമല്ല, മറിച്ച് നിശ്ചയദാർഢ്യതയോടെയുള്ള പ്രവർത്തനം. അവർ വളരെ മുന്നേറും. മറ്റു കാര്യങ്ങളിൽ ശങ്കപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും തീരുമാനിക്കപ്പെട്ട വിഭാഗങ്ങൾ കാതങ്ങൾ താണ്ടി കഴിഞ്ഞിരിക്കും. ഏതായാലും മാതൃഭൂമിയുടെ തെരഞ്ഞെടുപ്പാനന്തര ദിനത്തിൻ്റെ വാർത്തയുടെ ലീഡ് കാണുക. സാമ്പത്തിക ഭാരം കുറയ്ക്കും എന്നാണ് മോദി പറയുന്നത്. 2014 2017 എത്തുമ്പോൾ 2.5 വർഷം കഴിഞ്ഞു നിൽക്കുന്ന മോദി ഭരണത്തിൽ വളരെ ഉദാരമായി സാമ്പത്തിക ഭാരം കുറച്ചു എന്ന് തോന്നും. കാരണം സാമ്പത്തിക ഭാരം കുറയ്ക്കുമെന്ന് മോദി പറയുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മോദി മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയിൽ തന്നെ മുന്നോട്ട് വെച്ച പ്രബലമായ ആശയം ഫ്യൂവലിൻ്റെ വില, ഇന്ധനത്തിൻ്റെ വില പഴയപടി കുറയ്ക്കും എന്ന് തന്നെയായിരുന്നു. മോദിയുടെ ഭരണകാലത്ത് ആണ് ഏറ്റവും അധികം അത്ഭുതകരമായി അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ധനവില കുതിച്ചു കയറുക തന്നെയാണ് ചെയ്തത്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്തയാളാണ് മോദി. 15 ലക്ഷം രൂപ ഓരോരുത്തർക്കും ബാങ്കിലിട്ട് തരുമെന്ന് പറഞ്ഞു. എവിടെ 15 ലക്ഷം? ഇന്ധനത്തിൻ്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. എവിടെ ഇന്ധനത്തിൻ്റെ വില കുറഞ്ഞത്? അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുകയായിരുന്നു, ഒടുവിൽ നോട്ട് നിരോധനം വരെയുള്ള നടപടികളിലൂടെ. എന്നിട്ടും മോദി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് പിടിച്ച് മുന്നേറുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ഇന്ത്യൻ മനസ്സ് എന്നതിനെയൊക്കെ സംബന്ധിച്ച സോഷ്യലിസ്റ്റ് ദേശീയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച നെഹ്റുവിൽ നിന്ന് എത്രയോ കാലം പിന്നടന്ന് മോദി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് പിടിക്കാം, അങ്ങനെ പിടിക്കുന്ന വോട്ടിലൂടെ അധികാരത്തിൽ കൂടുതൽ പ്രദേശങ്ങളുടെ അധികാരത്തിലേക്ക് വരാം എന്ന് തെളിയിക്കുമ്പോൾ ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നും ഒരു തിരിഞ്ഞു നടത്തത്തിൻ്റെ വിജയകരമായ പര്യവസാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മെക്കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നെഹ്റുവിൻ്റെ ഉത്തർപ്രദേശിൽ നിന്ന് ഗാന്ധിയുടെ ഗുജറാത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഗാന്ധിയുടെ വീക്ഷണത്തിലല്ല എന്ന് മാത്രം. സാമ്പത്തിക ഭാരം കുറയ്ക്കുമെന്ന് മോദി പറയുന്നു. ഇന്ത്യക്ക് പുതിയ ദിശ നൽകുന്ന ജനവിധിയായിരിക്കുന്നു എന്നും മോദി പറയുന്നു. കാണുക, 2019 അല്ല മോദി ലക്ഷ്യം വയ്ക്കുന്നത്, 2022 പുതിയ ഇന്ത്യ നിലവിൽ വരും. 2022 എന്നുള്ള കണക്ക് അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിക്കുന്നു? ആ കണക്കിൻ്റെ പ്രാധാന്യം അത് 2019 ശേഷം വരുന്നു എന്നതാണ്. 2019 വലിയൊരു കീറാമുട്ടിയായി നരേന്ദ്രമോദിക്ക് തോന്നുന്നേയില്ല. 2022 വരെ അദ്ദേഹം ഇപ്പോഴേ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞതുമാതിരി 10 വർഷത്തെ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ അദ്ദേഹം മനസ്സിൽ കരുതിയിരിക്കുന്നത്. കാണുക വാർത്തയുടെ വിശദാംശങ്ങൾ. പുതിയ ഇന്ത്യക്ക് അടിത്തറയൊരുങ്ങിയിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2022 രാജ്യം 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പുതിയ ഇന്ത്യ നിലവിൽ വരും. രാജ്യത്തെ ഇടത്തരക്കാർക്കുമേലുള്ള സാമ്പത്തിക ഭാരവും സമ്മർദ്ദവും ലഘൂകരിക്കലാണ് സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യമെന്നും മോദി വ്യക്തമാക്കി. രാജ്യത്തെ ഇടത്തരക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയാണ് ലക്ഷ്യം എന്നാണ് മോദി പറഞ്ഞത്. മോദി അധികാരത്തിൽ കയറിയ 2014 450-460 രൂപയാണ് വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില. ഇപ്പോഴദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടെ ജയിക്കുമ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വില വീട്ടുകാർ കൊടുക്കേണ്ടി വരുന്നത് 750 രൂപയാണ്. അതായത് 2014 വില നിലവാരം നാം 500 എന്ന് കണക്കാക്കുക. 750 കാര്യങ്ങൾ എത്തിയെങ്കിൽ 50% ഗ്യാസിനു മാത്രം വില കൂടുമ്പോഴും മോദി പറയുന്നു ഇടത്തരക്കാരുടെ വേദനകൾ അദ്ദേഹം പരിഹരിക്കും എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഒരു ഏകാധിപതിയും അയാളുടെ വാഗ്ദാനങ്ങൾ
സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാറില്ല. മറിച്ച് നിത്യനിദാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളല്ല അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ജാതിക്കുള്ളിലുള്ള ഉൾപിരിവുകളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അതിൽ കേന്ദ്രീകരിച്ചു മാത്രം തിരഞ്ഞെടുപ്പ് നടത്തുന്ന പക്ഷം വീണ്ടും വീണ്ടും ജയിക്കാൻ കഴിഞ്ഞേക്കും ഇന്ത്യൻ പരിസ്ഥിതിയിൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തെ യുവാക്കളും സ്ത്രീകളും പട്ടിണിക്കാരും ആഗ്രഹിച്ച നിലയിലാണ് ഇന്ത്യ വരുന്നത്. ഏതെങ്കിലും വിഭാഗങ്ങളോടുള്ള പ്രീണന നയത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായാണ് BJPയും കേന്ദ്ര സർക്കാരും പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി 50% ഈ പാചകവാതകത്തിന് വില കൂടിയത്. പട്ടിണി മാറ്റുമെന്നാണ് മോദി പറയുന്നത്. പാചകവാതകത്തിൻ്റെ വില, ഇന്ധന വില ഒക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും പട്ടിണി മാറ്റും എന്നദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിജയം ഒരുപക്ഷെ അന്യാദൃശ്യമായ വിജയം, ഒരു പ്രീ പോൾ പ്രവചനങ്ങൾക്കും പറയാൻ കഴിയാത്ത വിജയം, ആ വിജയം നേടിയത് BJP ആണ് എന്നൊന്നും പറയാൻ BJPക്ക് പോലും കഴിയും എന്ന് കരുതാനാവില്ല. മറിച്ച് മോദിയുടെ വിജയം തന്നെയാണിത്. മോദിയാണ് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചത് എന്നല്ല. മോദി അവസാന വാക്കായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അതാര് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അത് മോദിയുടെ വിജയം തന്നെയാണ്. ഏറി പറഞ്ഞാൽ അതിനെ കൂട്ടത്തിൽ നിർത്താവുന്ന ഏക പേര് അമിത്ഷാ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ മോദി പ്രതിച്ഛായയുടെ പശ്ചാത്തലത്തിൽ നേടിയ ഈ വിജയത്തിൻ്റെ വാരാണസിയിൽ കേട്ട അവസാന ദിവസത്തെ 3 റോഡ് ഷോകളിൽ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അപായ സൂചനയുണ്ട് ആ മുദ്രാവാക്യത്തിന്. മോദിയാണ് ദേശീയതയുടെ പ്രതീകം, അത് ജയിക്കും എന്ന് തന്നെയാണ് അന്ന് മുദ്രാവാക്യം വിളിച്ചവർ പറഞ്ഞത്. മോദിയാണ് പുതിയ ഇന്ത്യയുടെ ദേശീയ പ്രതീകം, അത് ജയിക്കുക തന്നെ ചെയ്യും. BJP ആണ്, താമരയാണ്, ഹിന്ദുത്വമാണ് എന്നൊന്നുമല്ല. മോദിയാണ് ദേശീയ പ്രതീകം. മോദി അതിനുശേഷം ജയിച്ചു കഴിഞ്ഞപ്പോൾ മോദി പറഞ്ഞു, ഇത് പുതിയ ഇന്ത്യയുടെ വിജയം. അതായത് മോദി ജയിച്ചാൽ ഇന്ത്യ ജയിക്കും. BJP എന്നോ അല്ലെങ്കിൽ സംഘപരിവാരമെന്നോ കോൺഗ്രസ് എന്നോ ഉള്ള പാർട്ടികളുടെ പേരൊന്നുമില്ല. മോദി ജയിച്ചാൽ ഇന്ത്യ ജയിക്കും എന്ന് പറഞ്ഞാൽ മോദിയുടെ ജയമാണ് ഇന്ത്യയുടെ ജയം. മോദിയാണ് ഇന്ത്യ. ഈ നിലയ്ക്ക് അവർ തന്നെ മുദ്രാവാക്യം വിളിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരു ചരിത്ര സംഭവം നാം ഓർക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. 1977 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൻ്റെ കാലഘട്ടങ്ങളിൽ അന്ന് ഇന്ത്യയിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യം ഇന്ദിര ആണ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഈക്വൽ ടു ഇന്ദിര, ഇന്ദിര ഈസ് ഈക്വൽ ടു ഇന്ത്യ. അതേ മുദ്രാവാക്യം തന്നെ വീണ്ടും വരുന്നു. അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സമയത്ത് ഏകാധിപത്യം പടിവാതിൽ മുട്ടി നിൽക്കുകയായിരുന്നു എന്നും ആ ഏകാധിപത്യത്തിന് വലിയ വില ഇന്ത്യ പിന്നീട് നൽകേണ്ടി വന്നു എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നാം ഓർക്കേണ്ടി വരും. ഒരുപക്ഷെ VS അച്യുതാനന്ദൻ മാത്രമാണ് അതേ സംബന്ധിച്ച് താക്കീതിൻ്റെയോ മുന്നറിയിപ്പിൻ്റെയോ സ്വരത്തിൽ സംസാരിച്ചത്. മോദിയുടെ വിജയം ഫാസിസ്റ്റിൻ്റെ ഗതിവിഗതികൾ എളുപ്പമാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ വിജയത്തോടെ ഒരുപക്ഷെ രാജ്യസഭയിലും വരും അടുത്ത് തന്നെ നടക്കുന്ന മറ്റ് തിരഞ്ഞെടുപ്പുകളിലൂടെ രാജ്യസഭയിലും ഭൂരിപക്ഷത്തിലേക്ക് മോദിയെ നയിക്കുമ്പോൾ മോദി ആഗ്രഹിക്കുന്ന പ്രസിഡന്റ്, മോദി ആഗ്രഹിക്കുന്ന വൈസ് പ്രസിഡന്റ്, മോദി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രാജ്യസഭ, ഇപ്പോൾ തന്നെ ലോക്സഭ അവരുടെ പക്ഷത്താണ്. അങ്ങനെ വരുമ്പോൾ ഏതു ബില്ലും നിസാരമായി പാസ്സാക്കിക്കൊണ്ട് കടന്നുപോകാൻ ഏകാധിപത്യത്തിന് കഴിയുന്ന ഒരന്തരീക്ഷ രൂപീകരണത്തിൻ്റെ ആദ്യ അംഗമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു എന്ന കാര്യം നാം ഓർക്കാതിരുന്നുകൂടാ. വിജയത്തിൻ്റെ ഈ ഹർഷാരവങ്ങൾക്കിടയിലും BJPക്കും ഇനി വലിയ ഒളിമറയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജന്മഭൂമി ഇന്നലെ നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിജയാഹ്ലാദ ഘോഷയാത്രയെ സംബന്ധിച്ച വാർത്ത 1-ാം പേജിൽ തരുമ്പോൾ അതിന് തരുന്ന ശീർഷകം തന്നെ ശ്രദ്ധിക്കുക. പുത്തൻ ഹിന്ദുസ്ഥാൻ്റെ ഉദയം എന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യയുടെ ഉദയമല്ല, പുത്തൻ ഇന്ത്യയുടെ ഉദയം എന്ന് മാതൃഭൂമി പറയുന്നത് പഴയ ശീലങ്ങളുടെ ഭാഗമായാണ്. മാതൃഭൂമിക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് ജന്മഭൂമി പറയുന്നു.
പുതിയ ഹിന്ദുസ്ഥാൻ്റെ ഉദയം എന്നാണ് മോദി പറഞ്ഞത്. അങ്ങനെ തന്നെയായിരിക്കും മോദി പറഞ്ഞിട്ടുണ്ടാവുക. അത് അന്വേഷിച്ച് ആളെ അയക്കണമെന്നില്ല. കാരണം അങ്ങനെയാണ് മോദി അതേ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ജനവിധി പുതിയ ഹിന്ദുസ്ഥാൻ്റെ ഉദയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈകാരിക വിഷയങ്ങൾക്കല്ല, വികസനത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്ന സർക്കാരുകളാകും ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുക എന്നും മോദി പറഞ്ഞതായി ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയ ഇന്ത്യ എന്ന മാതൃഭൂമിയുടെ പ്രയോഗത്തെ തിരുത്തുന്നു പുതിയ ഹിന്ദുസ്ഥാൻ. അത് രണ്ട് വാർത്തകൾക്കും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് നമുക്കറിയാം. രണ്ട് വാക്കുകൾക്കും ഇടയിൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മോദിയുടെ ആധിപത്യം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മന്ത്രിസഭയിൽ. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ പുനഃസംഘടിപ്പിക്കാം. പരീക്കറെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. ആ സ്ഥാനവും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. എല്ലാം ചേർത്ത് ദേശീയം പേജിൽ മാധ്യമം എന്ന പത്രം കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന ഉടനുണ്ടാകും എന്ന വാർത്ത ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്രമന്ത്രിസഭാ വികസനത്തെ സംബന്ധിച്ച വാർത്ത മാധ്യമം ഒന്നാം പേജിൽ തരുന്നു. അതിങ്ങനെ: ഗോവ മുഖ്യമന്ത്രിയാകാൻ മനോഹർ പരീക്കർ രാജിവെക്കുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന ഉടനെ ഉണ്ടാകും. സുപ്രധാന വകുപ്പ് ആർക്ക് നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിലും കരസേനാ മുൻ മേധാവിയായ വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ദളിതൻ എന്ന് പറയുന്നത് റോഡിൽ വണ്ടി കയറി ചാകേണ്ട പട്ടിയാണ് എന്ന് വിശദീകരിച്ചയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിശ്ചയമായും അതുകൊണ്ട് തന്നെ ഒരു പ്രമോഷൻ കൊടുക്കണമെന്ന് മോദി കരുതുന്നതും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെ. ഇന്ന് മാധ്യമത്തിൻ്റെ ഒന്നാം പുറം മറ്റൊരു ഗൗരവതരമായ വാർത്ത നമുക്ക് തരുന്നു. ജസ്റ്റിസ് കർണനെ അറസ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കേണ്ടി വരുന്ന അവസ്ഥ അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ വാർത്ത ഒന്നാം പേജിലാണ് മാധ്യമം തരുന്നത്. അപ്രകാരം അറസ്റ്റ് ചെയ്ത് കോടതിയലക്ഷ്യ കേസിൽ അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് കരുതുക. ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും അത്. ജുഡീഷ്യറിയിൽ ദളിതന് വലിയ വിവേചനം അനുഭവപ്പെടുന്നു എന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ ജസ്റ്റിസ് കർണൻ. അദ്ദേഹവും സുപ്രീം കോടതിയും തമ്മിലുള്ള തർക്കം കുറച്ച് നാളായി നിലനിൽക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത വരുന്നത്. ഈ വാർത്തയിലേക്ക്, ഗൗരവതരമായ ഈ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മാധ്യമത്തിൻ്റെ ഒന്നാം പേജ് വാർത്ത ഇങ്ങനെയാണ് വാർത്ത തരുന്നത്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി കോടതിയലക്ഷ്യത്തിന് അറസ്റ്റ് വാറണ്ട് നേരിടുന്ന കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കർണൻ തനിക്കെതിരായ നടപടിയിൽ വിശദീകരണം നൽകുന്നതിന് സുപ്രീം കോടതിയിൽ ഹാജരാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ആ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പത്രം നമ്മോട് പറയുന്നത്. ദേശീയപാത വികസനത്തെ സംബന്ധിച്ച വാർത്ത ഇന്ന് മലയാള മനോരമ ഒന്നാം പേജിൽ ആദ്യ വാർത്തയാക്കി തരുന്നു. കാണുക: ദേശീയപാത 6 വരിയാക്കി മാറ്റാൻ പോകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. മഹേഷ് ഗുപ്തന വാർത്ത തരുന്നത് ഇങ്ങനെ: കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത 6 വരിയായി വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 45 മീറ്ററിൽ 4 വരി പാത എന്ന മുൻ തീരുമാനമാണ് ഭാവിയിലെ വാഹനപ്പെരുപ്പം കൂടി കണക്കിലെടുത്ത് 6 വരി പാതയാക്കുന്നത്. സർക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അധികൃതർ പാതയുടെ രൂപരേഖ പുതുക്കിയിരിക്കുന്നു. ആദ്യം 30 മീറ്റർ എന്ന് കേരളം പറഞ്ഞു, 60 മീറ്റർ എന്ന് കേന്ദ്രവും. ഒടുവിൽ 45 മീറ്ററിലെത്തുന്നതിന് 10 വർഷത്തെ ചർച്ച വേണ്ടി വന്നു. ഇനിയെങ്കിലും ഇത് നടന്നാൽ മതിയായിരുന്നു എന്ന് പറയേണ്ടി വരും. അരുവിലയെ സംബന്ധിച്ച വാർത്ത ഇന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഇന്ന് ജനയുഗം പത്രം കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ജനയുഗവും അത് ലീഡ് വാർത്തയാക്കിയിരിക്കും. അരുവില കൂടുമ്പോൾ അതൊക്കെ മറ്റു പത്രങ്ങളിലെ ലീഡാകുന്നു. ഇതാ ഇവിടെ അരുവില കുറഞ്ഞു എന്ന വാർത്തയാണ് ദേശാഭിമാനി തരുന്നത്. അതുകൊണ്ട് മറ്റു പത്രങ്ങൾക്ക് ആ വാർത്തയിൽ താല്പര്യമുണ്ടാകാൻ ഇടയില്ല. ഇടപെടൽ ഫലപ്രദം, അരുവില കുറയുന്നു. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതും വിവിധ സംസ്ഥാനങ്ങളിൽ വരൾച്ചയും മൂലം കുതിച്ചുയർന്ന അരുവില സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഫലപ്രദമായതോടെ കുറഞ്ഞു തുടങ്ങി. വിവിധ ഇനം അരി കിലോയ്ക്ക് 28 മുതൽ 34 രൂപയ്ക്ക് വരെ ലഭിച്ചു തുടങ്ങി. 45-50 രൂപ വില വന്ന ജയയുടെ വില 42 മുതൽ 44 വരെയാണ് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു. ഈ സംഭവത്തിൽ ഗൂഢാലോചനയില്ല എന്ന് അന്വേഷണത്തിലൂടെ
പോലീസ് എത്തിച്ചേരുകയും ചെയ്ത വാർത്ത മംഗളം എന്ന പത്രം 1-ാം പേജിൽ തരുന്നു. അതിങ്ങനെ: നടിയെ ആക്രമിച്ച കേസ് അന്വേഷണം അവസാനിച്ചു. നടിയെ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച കേസിൻ്റെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. 2 ആഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കും. സംഭവത്തിൽ പുറമേ നിന്നുള്ള ഗൂഢാലോചന ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. എന്നിട്ടും 2 ആഴ്ചയ്ക്കകത്ത് തന്നെ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് അവകാശപ്പെടുന്നു. ഇന്ന് സുനിലിൻ്റെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ വരുന്നുണ്ട്. കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്നു. ഇതാണ് അവസ്ഥയെങ്കിൽ പൾസർ സുനിക്കൊക്കെ വൈകാതെ ജാമ്യം ലഭിക്കും. കാര്യം ചാർജ് ഷീറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ പൾസർ ബൈക്കുമായി അയാൾ വീണ്ടും പുതിയ നടിമാരെ തേടി സഞ്ചരിച്ചു കൂടായികയില്ല എന്നൊക്കെ നമുക്കിപ്പോൾ ആലോചിക്കാം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ നിർണയിക്കുന്നത് 2 പേരാണ്. ഒരാൾ പ്രധാനമന്ത്രി, രണ്ടാമതൊരാൾ അദ്ദേഹത്തിന് വഴിയൊരുക്കുന്ന അമിത്ഷാ. ഈ കാർട്ടൂൺ കാണുക. തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പാതയിലൂടെ മോദി മുന്നേറുകയാണ്. മുന്നേറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് മുന്നേറ്റത്തിന് വിരിപ്പ് വിരിക്കാൻ അമിത്ഷാ വഴിയൊരുക്കിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ വിരിപ്പ് തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവിലാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. എറണാകുളത്തെ ഹോട്ടലുകൾ ഇനി കൈ കഴുകാൻ ടിഷ്യൂ പേപ്പറാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റുകൾ ഉണ്ടാകില്ല, മറിച്ച് പ്ലാസ്റ്റിക് പ്ലേറ്റുകളാണ് ഉണ്ടാവുക. കാരണം ഇതൊന്നും വിശദമായി നൽകാൻ വെള്ളം ലഭിക്കുന്നില്ല. ജലദൗർലഭ്യം ആ നിലയ്ക്ക് ഹോട്ടലുകളെ പരിവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യമാണ്. നീർത്തടങ്ങൾ പറ്റിയപ്പോൾ കോട്ടയ്ക്ക് സമീപമുള്ള ചെറു ജലക്കുഴിയിൽ വെള്ളം തേടിയെത്തുന്ന കൊക്കുകളുടെ ദൃശ്യം ഷമീർ ഉർപ്പള്ളി പകർത്തി സിറാജ് എന്ന പത്രം 1-ാം പേജിൽ തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.